ഇന്നൊരു വൈകുന്നേര സമയം ഞാനും പ്രിയ സുഹൃത്തുക്കളായ സാഹിൽ സക്കാഫി, അൻസിഫ് ഹാഷിമി ഞങ്ങൾ 3 പേരും കൂടെ കളമശ്ശേരിയിൽ നിന്നും കലൂരിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. കാറിലായിരുന്നു യാത്ര. റോട്ടിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അമ്പരിപ്പിച്ച ഒരു ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളോടൊന്ന് ഉണർത്താൻ വേണ്ടി വന്നിട്ടുള്ളത്. HMT ജംഗ്ഷൻ കഴിഞ്ഞ് ബിസ്നി കൂടെ കഴിഞ്ഞ് തിരികൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ മന്ത്രിയും മറ്റാളുകളും പറയുന്നത് കേട്ട് പരിചയം മാത്രമല്ല, റോട്ടിലൂടെയുള്ള മരണപ്പാച്ചിൽ, പ്രൈവറ്റ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ, മരണയോട്ടം കാണാനിടയായി. ഓ, എന്നെ കോരിധരിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ ഓട്ടം. ആ ഹോണിൻ്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ആ ഹോണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാ വണ്ടിക്കാരും മാറി കൊടുക്കേണ്ടി വരികയാണ്, മാറി നിന്ന് പോവാണ്. നമ്മുടെ ജീവൻ നമ്മൾ തന്നെ രക്ഷിക്കണമല്ല, ആ ഒരു അവസ്ഥയായിരുന്നു ഇന്ന്. വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ് മെല്ലെ മെല്ലെ പയ്യെ പയ്യെ പോകാൻ പാത്രമുള്ള ഒരു സ്പേസിനിടയിലൂടെ പ്രൈവറ്റ് ബസ്സുകളുടെ കടന്നുകയറ്റം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് അന്തളിച്ചു പോയി. ഒരു പ്രൈവറ്റ് ബസ് ഒരു അല്പം മുന്നിൽ പോയപ്പോൾ ബാക്കിലെ പ്രൈവറ്റ് ബസ്സിന് എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെയാണ്, വെച്ച് പിടിപ്പിക്കുക അല്ലേ. പിന്നെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് എത്തുമ്പോൾ ആ ബസ് സൈഡാക്കാൻ എത്തുമ്പോൾ അതിന് ഓപ്പോസിറ്റായി അത് ഒരിക്കലും മുന്നോട്ട് പോകരുത് എന്നൊരു വാശിയോട് കൂടെ അവരുടെ നേരെ മുന്നിൽ പോയിട്ട് വിലങ്ങിട്ട് വെക്കുന്ന മറ്റേ ബസ്. വല്ലാത്തൊരു കാഴ്ചയാണ്. അതിൻ്റെ ഇടയിലെങ്ങാനും നമ്മുടെ വണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ സക്രാത്തിൽ മോത്തിനെ വിളിക്കുന്ന ഒരു പ്രതീതിയായിരിക്കും ഉണ്ടാവുക. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ് എടുക്കുകയും മറ്റേ ബസ് സൈഡാക്കാനും പോകുന്നൊരു രംഗം, അതിനിടയിൽ പെട്ട ആ കോറിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, വല്ലാത്ത പരിതാപകരമായിരുന്നു. എൻ്റെ അബ്ബേ എന്നെ കാത്തോളനെ എന്നൊരു ശബ്ദം കേട്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. മെട്രോ തൂണുകളോട് ചാരിയുള്ള പോക്ക്, മറ്റ് വാഹനങ്ങൾ ഉണ്ടോ ഇല്ലേ, അവർക്കും കൂടെ അവകാശപ്പെട്ട റോഡാണോ എന്ന് പോലും നോക്കാതെ ഒരു പോക്കുണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാണ്. മക്കളെ, ഈ ബസ്സിൻ്റെ മുന്നിലെങ്ങാനും ഒന്ന് വെച്ച് പോയാൽ പിന്നെ നിങ്ങളുടെ കാര്യം കൊട്ടാ പോകായിരിക്കും. ഇങ്ങനെ എത്ര അപകടങ്ങളാണ് നടക്കുന്നത്. എത്ര പ്രൈവറ്റ് ബസ്സുകളുടെ ടയറിന് താഴെയാണ് അമ്പായിട്ട് എത്ര മനുഷ്യക്കുട്ടികൾ, എത്ര മനുഷ്യരാണ് പോയി ജീവൻ പോലും പൊലിഞ്ഞു കിടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിരത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിരത്തിലൂടെ നമുക്കൊക്കെ എങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കും? എങ്ങനെ ഒന്ന് റോഡ് മുറിച്ച് കടക്കാൻ കഴിയും? എന്തൊരു ഭീരുതമായ അന്തരീക്ഷമാണ് ഇത്. ഈ ഒരു കാഴ്ച, ഈ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. അതിന് നിങ്ങൾ നിങ്ങളുടേതായ അവസ്ഥകൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. നിങ്ങളൊന്ന് പങ്കുവെച്ച് നോക്ക്. നമുക്കിതൊരു പ്രതിഷേധം എന്നോണം ഏറ്റുപിടിക്കാം. എല്ലാവരും റെഡിയല്ലേ? അവസാനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കലൂരെത്തിയപ്പോൾ ഡ്രൈവർ ബാക്കിലുള്ള ഷാഹുൽസ്ഥാനം നോക്കിയിട്ട്, നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലേ എന്നൊരു നോട്ടാ. അത്രയും വലിയൊരു അവസ്ഥയായിരുന്നു ഇന്നുണ്ടായത്.